മസ്താനി ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയ മസ്താനിയുടെ ഇൻ്റർവ്യൂ മസ്താനി സ്വന്തം ചാനലിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. മേ ബി അവർക്ക് സ്വന്തം ചാനലിൽ നിന്ന് വർത്തമാനം പറയുന്നതായിരിക്കും കുറച്ചും കൂടി എന്താ പറയുക ഒരു സെക്യൂർ ഫീലിംഗ് കിട്ടുന്നത്. വേറെ ചാനലിലേക്ക് മുന്നിൽ പോയിരിക്കുമ്പോൾ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സ്വന്തം ഭാഗത്തു നിന്നുള്ള എക്സ്പ്ലനേഷൻസ് കട്ട് ചെയ്ത് പോകാനും ചിലപ്പോൾ ചാനലിന് ഇഷ്ടമുള്ള പോലെ കൊടുക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടായിരിക്കണം സ്വന്തം ചാനലിൽ ഇട്ടത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്താണെങ്കിലും സ്വന്തം ചാനലിലാണ് മസ്താനി ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ കാണണം. ബിക്കോസ് ആർക്കെങ്കിലും ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുള്ളവരാണ്, നിങ്ങൾക്ക് ബിഗ് ബോസിനൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നൊക്കെ നിങ്ങൾ വിചാരിച്ച് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ വാട്ട് ഈസ് ദിസ് ഷോ എന്നുള്ളത്. ഈ ഷോ എന്താണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഓക്കെ, ഞാനാണെങ്കിലും പുറത്ത് വന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, മസ്താനി ആണെങ്കിലും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രീവിയസ് കണ്ടസ്റ്റൻസ് എക്സ് കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ. ഇതൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് നിങ്ങൾ ആ ഷോയിലേക്ക് പോകാൻ തന്നെ പാടുള്ളൂ. ഓക്കെ, ഇപ്പോൾ മസ്താനി എന്ന് പറഞ്ഞുള്ള ഒരു കോണ്ടസ്റ്റൻ്റ് ഇരിക്കുന്ന ഒരു സ്റ്റേജ് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പേഴ്സണലി അറിയാം, കാരണം മസ്താനി ഇറങ്ങിയതിന് ശേഷം ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മസ്താനി എന്നെ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മസ്താനിയോട് ചോദിച്ചിട്ടുണ്ട്, മസ്താനി പണ്ട് പുറത്തിരുന്നിട്ട് നമ്മളെ കമൻ്റ് ഇടുമ്പോഴും സംസാരിക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള സമയത്ത് മസ്താനി വിചാരിച്ചിരുന്നു ഇത് ഇങ്ങനത്തെ ഒരു സാധനമാണെന്നുള്ളത്. അപ്പോൾ മസ്താനി ഇല്ല ചേട്ടാ. അപ്പോൾ അത് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തു. എന്താണ് ആ ഷോ എന്നുള്ളതും ഷോയിൽ പോയി വരുമ്പോഴുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മസ്താനിക്ക് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പിന്നെ മസ്താനിക്കാണെങ്കിലും ഈ പറഞ്ഞ പോലെ കുറേ ഫാമിലിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഐറ്റം വന്നതൊക്കെ വേഴ്സ്റ്റ് തിങ് ആണ്. ആ മസ്താനി കളിച്ചത് വെച്ചിട്ട് പറഞ്ഞത് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ അതവിടെ പറഞ്ഞിട്ട് പോവുക. കണ്ടസ്റ്റൻ്റ് പുറത്തിറങ്ങി പിന്നെ അതവിടെ ഡ്രോപ്പ് ചെയ്ത് പോയി. പക്ഷെ മസ്താനിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമല്ല, അതൊക്കെ മുകളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണെങ്കിലും ഈ ഒരു ഇൻ്റർവ്യൂ വന്നപ്പോൾ ഈ ഒരു സമയത്തൊന്നും പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു വിഷയങ്ങളൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. കുറേ സമയമെടുക്കും മസ്താനിക്കൊക്കെ. കാരണം ഒരു നാലാൾ കൂടി നിൽക്കുന്നിടത്ത് മസ്താനി പോയി നിന്നിട്ട് അവർ വേറെ എന്തെങ്കിലും പറഞ്ഞ് ചിരിച്ചാലടക്കം മസ്താനിനെയാണോ തോന്നുന്ന രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റിലാവും ഇപ്പോൾ മസ്താനിയൊക്കെ ഉള്ളത്. ബിഗ് ബോസ് കഴിഞ്ഞുള്ള പല കണ്ടസ്റ്റൻസിനും അങ്ങനത്തെ ഒരു സ്റ്റേജ് എന്നോട് പേഴ്സണലി പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. പലരും ഷെയർ ചെയ്യാൻ മടിക്കുമ്പോൾ ഞാൻ പോയി ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വീട് അങ്ങനത്തെ സീനുകളൊന്നുമില്ല. കാരണം കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ട്രോള്, ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് കിട്ടിയ ഒരാൾ ഞാനാണ്. എല്ലാവരും വിചാരിക്കുന്നത് ജാസ്മിനോ ഗബ്രിയോ ആയിരിക്കുന്നതാണ്. ബട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടാനും അവരെ സ്നേഹിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. എൻ്റെ കേസ് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു സീസൺ കഴിഞ്ഞ് ഞാനൊരു ഏകദേശം ഒരു 6-7 മാസത്തോളം കംപ്ലീറ്റ് എയറിലായിരുന്നു. ബട്ട് ഞാൻ ഫൈറ്റ് ചെയ്തു, ഞാൻ എൻ്റെ കണ്ടൻറ്റുകൾ തിരിച്ചിട്ടു. നമ്മൾ കടന്നു പോയൊരു സ്റ്റേജും നമ്മൾ ഒരു എക്സ്പീരിയൻസും ഇത് കഴിഞ്ഞ് വരുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ മസ്താനിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും മസ്താനിയുടെ ഇൻ്റർവ്യൂ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ നോക്കാം. അതിന് മുന്നേ മസ്താനി തന്നെ കമൻറ്റ് ബോക്സിലൊരു സാധനം കമൻറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഹലോ, എനിക്കറിയാം ഇപ്പോൾ എല്ലാവർക്കും എന്നോട് ദേഷ്യവും വെറുപ്പുമാണെന്ന്. എനിക്ക് പറയാനുള്ളത് ഒന്നും നിങ്ങൾക്ക് കേൾക്കാനും താല്പര്യമില്ലെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ സൈഡ് പറയണം. എത്ര ദിവസം എല്ലാ ട്രോളും പേഴ്സണൽ അലിഗേഷൻസും ഞാൻ കണ്ടു. സൈബർ ബുള്ളിങ് എല്ലാം ഞാൻ സഹിച്ചു. പക്ഷേ ഇനിയെങ്കിലും ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് തോന്നി. നിങ്ങളൊക്കെ പറയുന്നത് പോലെ എൻ്റെ ഗെയിം നെഗറ്റീവായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ എവിക്റ്റ് ആക്കിയതും. അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. ഞാനത് അംഗീകരിക്കുന്നു. ഇതിനപ്പുറം എനിക്ക് ഒന്നിനോടും പ്രതികരിക്കാനില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കാതെ ഇരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്നെ വലിച്ചു കീറിയ പോലെ ഈ ഇൻ്റർവ്യൂവും നിങ്ങൾ വലിച്ചു ഒരു സൈഡ് കൂടെ ബാക്കി വലിച്ചു കീറിയ പോലെ ഈ ഇൻ്റർവ്യൂ നിങ്ങൾ വലിച്ചു കീറുമായിരിക്കും. പക്ഷേ ഈ ഇൻ്റർവ്യൂക്ക് അപ്പുറം എനിക്കൊരു ഒന്നും പറയാനില്ല. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന അത്ര സൈബർ ബുള്ളിങ് ഞാൻ താങ്ങും. നിങ്ങളുടെയൊക്കെ ദേഷ്യം തീരുന്നതുവരെ എന്ത് വേണമെങ്കിലും ആയിക്കോളും. മസ്തിയില്ലാത്ത മസ്താനി സൈനിങ് ഓഫ് എന്ന് പറയുള്ളൊരു കോമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ഇമോഷണൽ കോമൻറ്റാണ്. ശരിക്കും മസ്താനിയും എല്ലാവരും ബിഗ് ബോസ് പോയി വന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഒരുപാട് പേരുണ്ടാവും. വൺസ് യു എൻ്റർ ദ ബിഗ് ബോസ് ഹൗസ്, ലൈഫ് ടൈം നിങ്ങൾ മരിച്ച് മണ്ണോട് മണ്ണായി പോകുന്നത് വരെ അതിൻ്റെ ഹെയ്റ്റും സ്നേഹമൊക്കെ നിങ്ങളെ കൂടെ തന്നെ കാണും. ഓക്കെ, അതെങ്ങനെയാണ്, അത് ബിഗ് ബോസിൻ്റെ ലൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം ഒരു 10-20 സിനിമ അഭിനയിച്ചിട്ട് കിട്ടാത്തൊരു ഫെയിം ഒരാൾക്ക്, അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ വേറെ എന്ത് ഗിമിക്ക് കാണിച്ചിട്ടും കിട്ടാത്തൊരു ഫെയിം, ഇനി എന്തൊക്കെ കളിച്ചാലും കിട്ടാത്തൊരു ഫെയിമാണ് ഒരു മനുഷ്യന് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ച് അന്ന് മുതൽ കിട്ടുന്നത്. കോട്ടിക്കണക്കിന് മലയാളികളാണ് കാണുന്നത്, ഡിഫറെൻറ്റ് ഏജ് കാറ്റഗറിയിലുള്ള ആളുകൾ. അവരപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട അവർ നക്കിക്കൊല്ലും, ഇഷ്ടപ്പെട്ടില്ല അവർ കല്ലെറിഞ്ഞു കൊല്ലും, ആ അവസ്ഥയാണ്. അപ്പോൾ അതൊന്നും മാറുന്നൊന്നും പ്രതീക്ഷയൊന്നും ആരും വെക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ മാറുകയാണെങ്കിൽ തന്നെ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. ബട്ട് സ്റ്റിൽ അത് ഹോണ്ട് ചെയ്യും. ബിഗ് ബോസ് നമ്മളെ
ലൈഫ് ലോങ് ആണ്. വൺസ് യു എൻ്റർ ഈ ബ്രഹ്മയുഗത്തിലെ മമ്മൂക്ക പറഞ്ഞ പോലെയാണ്, ഇല്ലത്തേക്ക് സ്വാഗതം എന്ന് പറയും, പിന്നെ ഇല്ല വിട്ട് പോകാനും പറ്റില്ല അവസ്ഥയാണത്. എന്താണ് മസ്താനിയുടെ ഇൻ്റർവ്യൂ നമുക്ക് നോക്കാം. ഞാൻ മസ്താനി AKA അൻവറ സുൽത്താന. എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരായിരുന്നു. അല്ല, ഞാൻ എടുത്ത മണ്ടത്തരായിരുന്നു. കാരണം ബിഗ് ബോസിൽ നമ്മൾ നോർമലി പോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ക്യാഷുമാണ്. ആക്ച്വലി ഇത് രണ്ടിനും വേണ്ടിയിട്ടാണ് കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു. പിന്നെ എന്തിനു ഞാൻ പോയില്ലെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോശം തോന്നുമല്ലോ. ഓക്കെ, ഇത് ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ഇപ്പോൾ മസ്താനിക്കാണെങ്കിലും മസ്താനിനെ സ്വയം ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളൊക്കെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകുന്നതിന് എനിക്കൊരു റീസൺ ഉണ്ടായിരുന്നു. ആ റീസൺ ഞാൻ പിന്നെ ഷോ കഴിഞ്ഞതിന് ശേഷമാണ് റിവീൽ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ആ റീസണിൻ്റെ കൂടെ വെക്കാൻ പറ്റിയ റീസൺ തന്നെയാണ് മണി ആൻഡ് ഫെയിം. ഓക്കെ, നമ്മളിനി പുറത്തുനിന്ന് എത്ര പൈസ ഉണ്ടാക്കിയെന്നോ എത്ര ഫെയിം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൽ നിന്ന് കിട്ടുന്നൊരു മണി ആൻഡ് ഫെയിം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് തിങ്. മനസ്സിലായില്ല, അതൊരു വേറെ സാധനമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് ഈ സീസണിൽ പൈസ കുറച്ച് കുറവായിരുന്നു. ബട്ട് കിട്ടുന്ന ഫെയിം അവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഓക്കെ, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ദാറ്റ്സ് ഇൻസ്റ്റൻറ്റ് ഫെയിം. പിന്നെ ഇതിൽ പോകുന്ന തീരുമാനം, ഇപ്പോൾ ഞാൻ പറയാം, തീരുമാനമൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ അതിനെ റിഗ്രറ്റ് ചെയ്തിട്ട് ദർ ഇസ് നോ യൂസ്. ഇനി അതെങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാമെന്നോ അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാം അതാണ് ചിന്തിക്കേണ്ടത്. ഇത് ഒരു പ്രോപ്പർ ലെസണാണ്. ഓക്കെ, പ്രോപ്പർ ലെസണാണ്. ബിഗ് ബോസ് പോകാൻ താല്പര്യമുള്ള ഏതൊരാളും വ്യൂവർഷിപ്പിൽ എനിക്കറിയാലോ ഒരുപാട് മലയാളികളുണ്ടാവും. നിങ്ങൾക്കറിയാം ഒരുപാട് മലയാളികളുണ്ടാവും. കാണുന്ന മലയാളികളോടും പ്രേക്ഷകരോടുമാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് ബിഗ് ബോസ് പോകാൻ താല്പര്യമുണ്ടോ, യു ഷുഡ് ബി എന്താ പറയുക, റെഡി ഫോർ എ റോളർ കോസ്റ്റർ റൈഡ്. ബിഗ് ബോസ് വീടിനകത്തുള്ള 100 ദിവസമല്ല, ബിഗ് ബോസ് അതിന് പുറത്താണ് നടക്കുന്നത്. എൻറ്റയർ ലൈഫിൽ നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാലിറ്റിയിലാണ് ശരിക്കും ബിഗ് ബോസ് നടക്കുന്നത്. അവിടെ നമുക്ക് ചിലപ്പോൾ ഒപ്പോണൻറ്റിനെ കണ്ട് എതിർത്ത് സംസാരിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു കെയോസ് ഉണ്ടാക്കി അവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ ഒരു റിയാലിറ്റി ഷോ ആണെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ആ ഉണ്ടാക്കിയത് കണ്ടന്റിന് വേണ്ടി ആ ഷോൻ്റെ ഭാഗമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കണ്ടസ്റ്റൻസ് തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് പോകും. പക്ഷെ കാണുന്ന വ്യൂവർഷിപ്പിന് അങ്ങനെയല്ല, കാണുന്ന പ്രേക്ഷകർക്ക് അങ്ങനെയില്ല. അവർക്ക് ആ റിയാലിറ്റി മനസ്സിലായോ? അവർ ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ട് അതിൽ അഡിക്റ്റായി നമ്മൾ അങ്ങനെ തന്നെയാണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് കാണുന്ന പോലെ തന്നെയാണ് നമ്മളെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യാൻ നിൽക്കുന്ന ഒരു മാസ് മെജോറിറ്റീന് മുന്നിലാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ഓക്കെ, നമുക്കാണെങ്കിൽ അവരെ നേരിട്ട് കാണാനും പറ്റില്ല. അവർ നമ്മളെ കമൻറ്റ് ബോക്സിലുണ്ടാവും, നമ്മുടെ ഇൻബോക്സിലുണ്ടാവും. മുഖവും ഇല്ല ശബ്ദവും ഇല്ലാത്ത കുറേ ആളുകളായിരിക്കും. അവരുടെ ബുള്ളിങ്, അവരുടെ ഹരാസ്മെൻറ്റ്, അവരുടെ സ്നേഹം, അവരുടെ പ്രൈസിങ്, ഇതൊക്കെ നമ്മൾ നേരിട്ട് വാങ്ങാനും അല്ലെങ്കിൽ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരായിരിക്കും. സോ ബിഗ് ബോസ് ഷോനകത്ത് പോകുന്ന ആരും ഇതൊരു ഈസി ടാസ്ക് ആണെന്നോ അല്ലെങ്കിൽ കേക്ക് വാക്ക് ആണെന്നോ അല്ലെങ്കിൽ ചുമ്മാട് അങ്ങനെ അതൊന്നും വിചാരിച്ചിട്ടൊന്നും പോകണ്ട. നിങ്ങൾക്ക് ഫെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം, നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. പൈസയുടെ കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ചോദിച്ച് വാങ്ങണം പേയ്മെൻറ്റ്. മനസ്സിലായോ? വെറുതെ കയറി ചെന്നാൽ പേയ്മെൻറ്റ് കിട്ടില്ല. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഒരു പേയ്മെൻറ്റ്. ഫെയിം വേണം നിങ്ങൾക്ക്, ഇൻസ്റ്റൻറ്റ് ഫെയിം. ആ ഫെയിമിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോയിക്കോ. ഓക്കെ, അവിടെ പോകുന്നവരാരും അങ്ങോട്ട് ഒറ്റ നൈറ്റിൻ്റെ തലയിലതുകൊണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസ് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെ പോകുന്നവരുടെ എണ്ണമൊക്കെ കുറവാണ്. ഇപ്പോൾ മസ്താനി ആണെങ്കിലും ഇപ്പോൾ ഈ ഇരുന്ന് പറഞ്ഞതിൽ ഞാൻ പറയാം, മസ്താനിക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിനകത്ത് എന്താണെന്നറിയോ, ഫെയിം മണി അതൊക്കെ തന്നെയാണ് മാറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെരി പേഴ്സണൽ റീസൺസ് ഉള്ള കുറേ ആളുകളുണ്ടാവും. ഓക്കെ, അങ്ങനെ കയറി പോകുന്നവരുണ്ട്. കുറേ ഫാമിലി പാച്ചപ്പ് ആവാനും അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഓക്കെ എല്ലാം ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ എന്താണെന്ന് അറിയിക്കണം, അങ്ങനെയൊക്കെ പോകുന്ന വെരി പേഴ്സണൽ റീസൺ കൊണ്ട് പോകുന്നവരും ഉണ്ടാവും. പക്ഷെ അവരുടെയൊക്കെ എണ്ണം കുറവായിരിക്കും. എന്താണെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ ഇനി നിന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി നിന്നെ തിരിച്ചു വിളിച്ചാൽ പോകില്ല? പോവാതിരിക്കുന്നതാണ് സത്യത്തിൽ നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയും പോയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ, പോയാൽ ലാസ്റ്റ് 1-2 ദിവസം ഫിനാലയുടെ 1-2 ദിവസം കയറി കഴിഞ്ഞാൽ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ബട്ട് ഞാനും ആദ്യം വിചാരിച്ചു മസ്താനിയൊക്കെ പോയിട്ട് ഒന്നും കൂടി ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ അത് കത്തിച്ചിട്ട് പോരാം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട്. പക്ഷേ ഇല്ല, മസ്താനിക്ക് കിട്ടിയൊരു ഇമേജ് വെച്ചിട്ട് മസ്താനി ഇനി അവിടെ പോയിട്ട് എന്ത് ചെയ്താലും എന്തൊക്കെ കളിച്ചാലും നന്മമരമായ നാടകമാണെന്ന് പറയും. പോയിട്ട് പഴയ നെഗറ്റീവ് ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരുടെ തിരിച്ചെടുത്തതെന്ന് കഴിയും. അപ്പം അതൊരു നല്ല പോവായിരിക്കും തന്നെയായിരിക്കും. അപ്പോൾ ഫുഡ് വന്ന് കഴിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോയപ്പോഴേക്കും നാളെ തിരുവോണമാണ്, നമുക്ക് രാവിലെ എണീക്കണം എന്ന് ഓൾറെഡി അവിടെ നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ലെറ്റർ വരും. അപ്പം രാവിലെ എണീക്കുമ്പോൾ എന്തായാലും കഴുകാന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാനും കിടന്നത്. ബിന്നി എന്നോട് ചോദിച്ചില്ല, ഞാൻ ബിന്നിനോട് പറഞ്ഞില്ല. അതൊരു പക്ഷെ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് അപ്പാനി അക്ബർ എല്ലാവരും കൂടി വന്നിട്ട് ഗുണ്ടകളെ പോലെ ലിറ്ററലി ആ ഗ്ലാസ് ഡോറൊക്കെ പൊളിച്ച് വന്നിട്ട് കഴുകണം, എന്താ കഴുകാത്തേ,
അപ്പൊ ഞാൻ പറയാൻ പോയായിരുന്നു, ഞാൻ രാവിലെ കഴുകിയാലും മതിയല്ലോ. അപ്പോഴേ കരുവായിരുന്നു, നീ കഴുകിയിട്ട് ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉറക്കില്ല. അങ്ങനെയൊക്കെ പറയുമ്പോ ഏത് മനുഷ്യനാണെങ്കിലും ട്രിഗർ ആവും. ഒരു ഭീഷണിയുടെ ഒരു ഭീഷണിയാണ്. കാരണം രാവിലെ കഴുകാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം രാത്രി വന്നിട്ട് നീ കഴുകിയിട്ട് ഇടന്നാ മതി, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ഉറക്കില്ല എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് അക്ബറിന്റെ, ഞാൻ കിടക്കുന്ന ബെഡിന്റെ തൊട്ടടുത്തുള്ളത് അക്ബറിന്റെ ബെഡാണ്. അവിടെ അക്ബർ ഇരിക്കുക. എന്നിട്ട് പിന്നെ ചീത്തവിളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും വിളിച്ചിട്ടുണ്ട്, കുറെ ചീത്ത അവരും വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് നീ ഫുഡ് വന്ന് നക്കിയിട്ട് നീ പോയി കിടന്ന് ഉറങ്ങിയില്ലേ, കിടക്കുന്നില്ലേ, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ സംസാരിച്ചു. എന്താ ആ സമയത്താണ് ഈ പറയുന്ന ചന്തപുര മസ്താനി എന്നുള്ള വേർഡ് അക്ബർ വിളിക്കുന്നത്. അത് കൂടാണ്ട് ലൈവ് കണ്ടവർക്കറിയാം, എന്നെയും ലക്ഷ്മീനെയും ജനറൽ കമ്പാർട്ട്മെന്റിലെ കക്കൂസുകളാണ് നിങ്ങൾ രണ്ടുപേരെന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആക്ച്വലി എപ്പിസോഡില് വന്നില്ല, ലൈവില് വന്നില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. എനിക്കറിയില്ല. ആ ഒരു സമയത്ത് അപ്പാനെയും ഭയങ്കരമായിട്ട് നമ്മൾ ആ ഡൈനിങ് ഏരിയയിലേക്ക് ഞാൻ പോയി. അപ്പൊ ഞാനും പറയുന്നുണ്ട്, അപ്പാനിക്കളിയൊക്കെ അങ്ങ് അങ്കമാലി കാണിച്ചാൽ മതി, ഇവിടെ കാണിക്കണ്ടെന്ന് ഞാനും പറയുന്നുണ്ട്. എന്നിട്ടാണ് അപ്പാനി കസേരയെന്ന് എണീറ്റിട്ട് എൻ്റെ അടുത്തേക്ക് എന്തോ ഈ വാക്ക് തർക്കത്തിന്റെ ഇടയിൽ വന്നിട്ട് ഒരു തെറി വിളിച്ചു. അതെനിക്ക് നമ്മൾ നോർമലി കേൾക്കുന്ന ഒരു സാധനമല്ല, കുറച്ചുകൂടി വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു തെറിയാണ് വിളിച്ചത്. ഒരു സട്ട് ഷെയ്മിങ് പോലത്തെ ഒരു സാധനം. അത് പറയുമ്പോഴാണ് ഞാൻ പറയുന്നത്, നിനക്ക് പുറത്ത് ഗർഭിണിയായ ഭാര്യയില്ലേ, അതിനെ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചത് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് പുറത്തു വന്നു. ആ ഒരു നീ പറഞ്ഞ പാട്ട് മാത്രം വെളിയിൽ വന്നു. ഓക്കെ, ഇതാണ് മസ്താനിയുടെ വേർഷൻ. ഓക്കെ, മസ്താനിയുടെ അപ്പാനിയായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്ന, അപ്പാനി തെറി വിളിച്ചു എന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് ഭാര്യയെ പറഞ്ഞു എന്ന് മസ്താനി പറയുന്ന ആ ഒരു വേർഷൻ. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞ പ്രീവിയസ് കണ്ടസ്റ്റൻ്റ് എന്നുള്ള നിലയ്ക്കും മസ്താനി പറയുന്ന സാധനം നിങ്ങളിലേക്ക് ഞാൻ കണക്റ്റ് ആക്കി തരാം എങ്ങനെയാണെന്നുള്ളത്. വൺസ് യു സ്റ്റാർട്ട്, നിങ്ങൾക്കൊരു ഇത് ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 8 സ്റ്റോറി ലൈൻ കാണും. ഓക്കെ, ഷോ സ്ക്രിപ്റ്റഡോ അല്ലെങ്കിൽ ബാക്കി പരിപാടികളോ ഒന്നുമല്ല, ബട്ട് ഒരു കണ്ടസ്റ്റൻറ്റിന് പുറത്ത് എന്ത് കൊടുക്കണം എന്ന ഷോവിൻ്റെ ക്രിയേറ്റീവ് ഹെഡ്സിനുണ്ടാവും. ഇപ്പം ഞാൻ അതിനകത്ത് പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നാളെ അതിനകത്ത് പോവുകയാണ്, ഒരു മനുഷ്യൻ്റെ ബേസിക് എലമെൻറ്റ്സ് കുറേ ഉണ്ടാവില്ല. ക്യാരക്ടർ എലമെൻറ്റ്സ്, ഈവിൾ എലമെൻ്റ് ഉണ്ടാവും, ഹാപ്പി എലമെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ സാഡ് എലമെൻ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ലസ്റ്റ്ഫുൾ ആയിട്ടുള്ള എലമെൻ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഇമോഷൻസ് ഉണ്ടാവും ഓരോ മനുഷ്യനും, ഓരോ രീതിയിലായിരിക്കും അത് അവർ പ്രകടിപ്പിക്കുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റ് ഒരു ഈവിൾ ഫേസ് ആയിട്ട് മാറാൻ തുടങ്ങി, അതിലൂടെ കുറേ ട്രാക്ഷൻ കയറാൻ തുടങ്ങി. ഓക്കെ, ഞാൻ പറയുകയാണ്, ഇപ്പോൾ മസ്താനിനെ നിങ്ങൾ എക്സാമ്പിൾ വയ്ക്കും, ഒരു സ്പെസിമെൻ. മസ്താനി ബിഗ് ബോസ് ഹൗസിനകത്ത് ഇല്ലല്ലോ, മസ്താനി തന്നെ പറയുന്നു മസ്താനി നെഗറ്റീവ് ഗെയിമാണ് എടുത്ത് കളിക്കാൻ തുടങ്ങിയത്. പുറത്തുനിന്ന് കുറേ പേര് പഠിപ്പിച്ചു കൊടുത്തിട്ടും മസ്താനി നെഗറ്റീവ് ഗെയിമാണ് എടുത്ത് കയ്യിൽ പിടിച്ചത്. ഈ നെഗറ്റീവ് ഗെയിം എന്ന് പറയുമ്പോൾ എന്താ, ഇവർ ഈ ഒരു കണ്ടസ്റ്റൻറ്റിന് വെച്ച് ഒരു 8 സ്റ്റോറി ലൈൻ ട്രാക്ക് ഉണ്ടാവും. ഓക്കെ, ആ സ്റ്റോറി ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ചിട്ടുള്ളത് എപ്പിസോഡ്സിന് വേണ്ടിയിട്ടാണ്. ആ ട്രാക്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തെറി വിളിക്കാനോ ചീത്ത പറയാനോ നല്ലത് പറയാനോ എന്തിനും, ഗുഡ് ഓർ ബാഡ്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് എൻഗേജ്ഡ് ആവുന്നത് അതിനകത്തുള്ള മസ്താനി എന്ന് പറഞ്ഞ സ്പെസിമെൻറ്റിന് നെഗറ്റീവ് ഷെയ്ഡിൽ എടുത്ത് പുറത്ത് കാണിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ അവർ മസ്താനി ചെയ്ത കുസൃതികൾ, മസ്താനി ചെയ്ത മസ്തി, മസ്താനി ചെയ്ത ഹാപ്പി മൊമെൻറ്റ്സ്, മസ്താനിയുടെ ഒന്നും പിന്നെ കാണിക്കില്ല. അവർക്ക് ആ ഒരു സ്പെസിമെൻറ്റിന് നെഗറ്റീവ് ഓടിയാൽ മതി. മനസ്സിലായില്ലേ? അവർക്കത് ഓടിച്ചാൽ മതി, അവർക്കത് കാണിച്ചാൽ മതി. അത് ഈവൻ ലൈവിലാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഇപ്പോൾ മസ്താനി ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് നെവിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഭയങ്കര സന്തോഷിച്ച് പാട്ടൊക്കെ പാടി കൈകൊട്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ അവിടെ ഫോക്കസ് മാറ്റിയിട്ട് അടുത്ത സൈഡ് പോകും. അതേ മസ്താനി ഇപ്പുറത്ത് വന്നിട്ട് അപ്പാനീൻ്റെ ഒപ്പം പോയിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ചീത്ത പറയുന്ന ഒരു സ്കീമാണെന്നുണ്ടെങ്കിൽ നേരെ അവിടുന്ന് പാൻ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരും. കാരണം മസ്താനീൻ്റെ സ്റ്റോറി ലൈന് പുറത്ത് ഓടുന്നത് എന്താ, ഇതാണ്, മസ്താനി ഈവിളാണ്. അപ്പോൾ മസ്താനീനെ അങ്ങനെ കാണിച്ചാൽ മതി. അപ്പോൾ അതിനുള്ള ബൈറ്റ്സ് അവരെടുക്കും, അതേ അവർ പുറത്ത് വിടും, അതേ കാണിക്കും. മനസ്സിലായില്ലേ? ഇത് ബിഗ് ബോസ് പോകുന്ന ഓരോ കണ്ടസ്റ്റൻസും മനസ്സിൽ വയ്ക്കണം. മനസ്സിലായോ? നിങ്ങളത് എന്താണ് കാണിക്കുന്നത് എന്നുള്ളത് ഒരൊറ്റ വീക്കെൻഡ് എപ്പിസോഡിൽ ആരുടെ വരുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം എനിക്ക് മനസ്സിലായിരുന്നു, ഉണ്ണിക്കണ്ണൻ, കണ്ണൻകുട്ടൻ, ഞാൻ പക്ഷെ അത് എൻജോയ് ചെയ്യുന്നു. ഓ മോനെ അച്ചീവ്ഡ് സീക്രട്ട് ഏജൻറ്റ് പറയും, ഉണ്ണിക്കണ്ണൻ, കണ്ണൻകുട്ടൻ, നല്ല നല്ല കുട്ടി, ക്ലെൻസിങ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത സാധനം. മനസ്സിലായി? പുറത്താരും എൻജോയ് ചെയ്തില്ല, ഞാൻ സെൽഫായിട്ടത് എൻജോയ് ചെയ്തു. പക്ഷെ മനസ്സിലായിട്ടുണ്ടായിരുന്നു, പലർക്കും അത് മനസ്സിലാവും. ഇപ്പോൾ മസ്താനിയുടെ കേസിൽ ഫസ്റ്റ് വീക്കിൽ ആരടുമ്പോൾ നമ്മൾ മസ്താനിക്ക് അത് കണക്റ്റ് ആയില്ല. ഇനി കണക്റ്റ് ആയിട്ടും കാര്യമില്ല, കാരണം മസ്താനിൻ്റെ അത് മതി, അത് സെയിൽ ചെയ്താൽ മതി. അവർക്ക് സെല്ല് ചെയ്യാൻ ഇതാണ് താല്പര്യം, അവരതേ സെല്ല് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക പോകുന്ന ഓരോ കണ്ടസ്റ്റൻസും. നിങ്ങളുടെ ഏത് രീതിയിലുള്ള റിഫ്ലക്ഷനാണ് ഇവർ സെല്ല് ചെയ്യാൻ പോകണമെന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിച്ചോ,
ഒന്നും ചെയ്യാനും പറ്റില്ല, അവരതേ ചെയ്യൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് മാത്രം കയറി പോയാൽ മതി അതിൻ്റെ ഉള്ളിലേക്ക്. ആ സമയത്ത് ആദിലേനെ അപ്പാനി ഒരു ഇതുപോലത്തെ ഒരു മോശം വേർഡ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കണ്ട ഒരു അപ്പാനി എങ്ങനെയാന്ന് വെച്ചാൽ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അയാൾ എന്തെങ്കിലും മോശമായിട്ട് അയാൾ എന്തായാലും ഒരുപാട് തെറി വിളിക്കുന്ന ആളാ. അയാൾ അത് വിളിച്ചു കഴിഞ്ഞാൽ അയാൾ ആ വ്യക്തിന്റെ അടുത്ത് പുറകെ നടന്ന് സോറി പറയും, എന്നോട് ക്ഷമിക്കണം, അങ്ങനെ പറയുന്ന ഒരു അപ്പാനിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ കിട്ടുന്ന സമയം ട്രിഗർ ചെയ്യുക, ഓരോ കമന്റ് അടിക്കുക. കണ്ടിട്ടുണ്ടാവും, ലൈവ് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മള് വാഷ്റൂമിലേക്ക് പോകുന്ന അവിടെ കുറെ ബീൻ ബാഗ്സ് ഉജാലയുടെ അതിന്റെ അവിടെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ഓരോ എന്തൊക്കെയോ നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും വലിയൊരു തെറി വിളിച്ചിട്ട് പിറ്റേന്ന് എന്നോട് അഭിലാഷ് അവരിവരൊക്കെ ഒന്ന് പറയുന്നുണ്ട്, ഇന്നലെ അവർക്ക് ഡൗട്ട് ഞാനത് കേട്ടില്ലേ, കേട്ടിട്ട് എന്താ റിയാക്ട് ചെയ്യാത്തേ, അങ്ങനെ കുറെ ഡൗട്ട് ഉണ്ട് അവർക്ക്. അപ്പൊ അഭിലാഷൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു തെറി ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞു, എനിക്കറിയാം ആ ഒരു തെറി വിളിച്ചത് എനിക്കറിയാം. അപ്പൊ അവർക്ക് അത്ഭുതമായിരുന്നു അതെന്തോന്നും റിയാക്ട് ചെയ്യാത്തേന്ന്. ഞാൻ ആക്ച്വലി വീക്കെൻഡ് എപ്പിസോഡിൽ പറയാൻ വെച്ചതായിരുന്നു. അപ്പൊ ഓൾറെഡി അപ്പാനി പോകണമെന്ന് എനിക്ക് അപ്പാനി ഔട്ട് ആവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ക്യാമറയിൽ വന്ന് പറയുകയും ചെയ്തു അടുത്ത ആഴ്ച ഞാൻ പോയാലും കുഴപ്പമില്ല. ചുമ്മാ ഒരു വാക്കിന് വേണ്ടി പറഞ്ഞതല്ല, സീരിയസ്ലി പറഞ്ഞതാ. എനിക്ക് അപ്പാനി എന്ന് പറയുന്ന ഗെയിമർ ആ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആണെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും നമ്മളെ തെറി വിളിക്കുന്ന ഒരാൾ അവിടെ നിൽക്കാൻ എന്തായാലും താല്പര്യപ്പെടില്ല. അങ്ങനത്തെ ഒരു തെറിയാണ് നിന്നെ വിളിച്ചത്. എന്നെ മാത്രമല്ല, ഒരുപാട് അപ്പാനി എന്ന് പറയുന്ന ഒരു ഗെയിമർ വിളിക്കുന്ന തെറികളൊക്കെ ഞാൻ പിന്നീട് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് കമന്റ്സിലൂടെ എനിക്ക് മനസ്സിലായി. പുള്ളിയുടെ കാര്യങ്ങൾ വെളി വരാത്തെ എനിക്കറിയില്ല. ഗ്ലോറിഫൈ ചെയ്യുവാണ്. അപ്പൊ തെറി വിളിക്കുന്ന ഒരാൾ ബിഗ് ബോസിനെ മാൻലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? പക്ഷെ പുള്ളിയുടെ എവിക്ഷൻ ഭയങ്കര ഒരു സാഡിസ്റ്റിക് എവിക്ഷൻ ആയിരുന്നു. അത് ഉള്ളതാണ്. ആ പുലി കളിച്ച് ഡാൻസ് ചെയ്ത് നമ്മൾ അത്രയും ഒരു ടെൻഷനിൽ നിൽക്കുമ്പോ പോകോ ഇല്ലയോ എന്ന് അറിയാണ്ട് അത് ശരിക്കും സാഡിസ്റ്റിക് ആയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞ ഔട്ടായതിൽ എനിക്ക് പേഴ്സണലി സന്തോഷം തോന്നി. പക്ഷെ ഞാനത് പ്രകടിപ്പിച്ച മീറ്റർ കുറച്ച് കൂടിപ്പോയി. അത് ഈ പറയുന്ന മലയാളി സമൂഹം എപ്പോഴും ഇമോഷൻ വെച്ചിട്ടാണ് കൂടുതലും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. അതായത് മസ്താനി പറയുന്ന കുറെ കാര്യങ്ങൾ മസ്താനിക്ക് തന്നെ ഇപ്പൊ റിയലൈസ് ചെയ്യുന്നുണ്ട് ഉള്ളിൽ പറ്റിയില്ല. കാരണം മലയാളി ഓഡിയൻസ് കണക്ട് ചെയ്യുന്ന ഇമോഷണൽ എലമെന്റ്സ് ഡെലിവർ ചെയ്യാൻ മസ്താനിക്ക് പറ്റിയില്ല. കുറേ പേർക്കൊന്നും പറ്റാറില്ല. ഓക്കെ, അത് സ്ത്രീകളാകുമ്പോൾ ഒരു ഇമോഷണൽ എലമെന്റ് ഡെലിവർ ചെയ്യുന്നത് എപ്പോഴും ഇവിടുത്തെ സീരിയൽ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യും. അനുമോള കരച്ചിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഈ സീസണിലെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ആണുങ്ങളിലേക്ക് പോയാൽ അത് മാൻലി തിങ്. ഓക്കെ, ആ മാൻലി തിങ് എപ്പോഴും ആ ഒരു സാധനം ഡെലിവർ ചെയ്യുന്നത് അതും ഭയങ്കര കൊട്ടിഘോഷിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിൽ മസ്താനി പറഞ്ഞൊരു ഗെയിമിൻ്റെ സാധനം ഉണ്ടല്ലോ. അതായത് മസ്താനിനെ പിന്നാലെ നടന്ന് അവർ എല്ലാവരും വീട്ടിൽ ഒന്നടങ്കം എല്ലാവരും ഇപ്പം ഈ അപ്പാനി ചീത്ത പറഞ്ഞു കഴിഞ്ഞതിന് ശേഷവും ഇതേപോലെ വന്നിടത്തും പോയിടത്തും നിന്നിടത്തൊക്കെ ഒരു തരം ഹരാസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ബുള്ളിങ് എലമെൻറ്റ് അത് അവരുടെ ഗെയിമാണ്. ഗെയിമാണ് അത്. ഇനിയിപ്പോൾ ഈ മസ്താനി എന്തോന്ന് പറഞ്ഞില്ല, അത് മസ്താനി ഗെയിം കളിച്ചു, അവരവരുടെ ഗെയിം കളിച്ചു. ഓക്കെ, പക്ഷേ ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മസ്താനി എന്ന് പറഞ്ഞ വ്യക്തിയെ കാണിച്ച പോലെ തന്നെ ഇവർ പറയുന്നു അപ്പാനിയുടെ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ തെറിവിളിയും കച്ചറിയും അല്ലെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ ഗ്ലോറിഫൈ ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഈ ഗ്ലോറിഫൈ ചെയ്തത് ബിഗ് ബോസ് അല്ല. ഗ്ലോറിഫൈ ചെയ്ത് ഇവിടുത്തെ ബാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഈ സീസണിൽ അപ്പാനിയുടെ തെറിവിളിയൊന്നും ഗ്ലോറിഫൈ ചെയ്യുന്നത്. അപ്പാനി തെറി വിളിച്ചതൊക്കെ ഇവിടെ നാട്ടുകാർ വലിച്ചെടുത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ, തെറിവിളിയൊന്നും അങ്ങനെ തെറിവിളി മാസമാവുന്ന സിറ്റുവേഷൻസ് വളരെ ചുരുക്കമായിരിക്കും. എനിക്ക് ആ ചുരുക്കം സിറ്റുവേഷനിൽ 1-2 ആയിരിക്കും മസ്താനിക്ക് അപ്പാനി പറഞ്ഞ തെറി. അത് മസ്താനി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സാധനത്തിനെ കുറേയും കൂടി പ്രൊജക്റ്റ് ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ മസ്താനിയുടെ തിരിച്ചിലുള്ള ഒരു വെർബൽ സാധനം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു തെറി വന്നു, തെറിക്ക് തിരിച്ചു കൊടുത്തത്. തെറി എന്താണെങ്കിലും ഓബിയസ്ലി അവർ പുറത്ത് കേൾപ്പിക്കില്ല. മനസ്സിലായോ? ആ തെറി ആൾക്കാർ കേട്ടിട്ടില്ല. മസ്താനിയും ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി പറയുന്നത്. ആ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ലൈവ് കണ്ട എപ്പിസോഡ് കണ്ട ആളുകൾ ഇതെന്ത് തെറി, ഏറിപ്പോയ പട്ടി തെറി അല്ലെങ്കിൽ മാപ്പൂപ്പി ഇത്രല്ലേ പറയുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ഇവർ പറയുന്നത്. ഗർഭിണിയായ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വേറെ ഇമോഷണൽ സാധനത്തിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ അത് കയ്യിൽ നിന്ന് പോയ കളിയാണ്. അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ എന്തൊക്കെ ഇനിയിപ്പോൾ ചാനലാണെന്നോ മറ്റേതാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ട് അല്ലെങ്കിൽ അതൊരു റീസണായിട്ട് വെക്കാൻ പറ്റുന്നൊരു എലമെൻ്റാണ് എന്ന് എനിക്ക് പേഴ്സണലി അത് തോന്നുന്നില്ല. ഓക്കെ, അത് ആ ഗെയിമാണ്. ആ ഗെയിം അവരും കളിച്ചു, മസ്താനിയും കളിച്ചു, നിങ്ങളെല്ലാവരുടെയും മുകളിൽ ബിഗ് ബോസും കളിച്ചു.
ഇത് എന്റെ അരഗൻസ്, എന്റെ ദേഷ്യം, എന്റെ നെഗറ്റീവ് സൈഡാണ് കൂടുതലും വന്നത്. 14 എപ്പിസോഡ്സിലും ലൈവിലാണെങ്കിലും വന്നത്. എന്താ മരണ വീട്ടില് ഒരു ശത്രു മരിച്ചു കിടക്കുമ്പോൾ വന്നിട്ട് തുള്ളിച്ചാടുന്നത് പോലെയാണ് ഞാൻ അന്ന് അവിടെ ചെയ്തത്. അത് പക്ഷെ അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അത്രയും ഓവറായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഞാൻ വിഷമിക്കണമായിരുന്നു. ഞാൻ എന്റെ ഇമോഷൻ അവിടെ മാറ്റി ഞാൻ കുറച്ച് ഫേക്ക് ആയിട്ട് നിക്കണായിരുന്നു. കാരണം ഇപ്പൊ ശൈത്യയൊക്കെ അവിടെ കരയുന്നത് ഞാൻ കണ്ടു. ഈ ശൈത്യ പനിന എവിക്ട് ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആളാ. എനിക്കറിയില്ല, ഞാന് റിയൽ ആയിട്ട് നിന്നുപോയി. അപ്പൊ എന്റെ ആ ഒരു ഫീലിങ്സ് ഞാൻ പുറത്ത് കാണിച്ചു പോയി. അത് ഞാൻ ചെയ്ത തെറ്റ്. ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. ബിഗ് ബോസിൽ ഫേക്ക് ആയിട്ട് നിൽക്കണം, ഏറെക്കുറെ ഫേക്ക് ആയിട്ട് നിൽക്കണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നതിൽ ശരിയാണ്. ഇപ്പൊ 10 ദിവസം ഞാൻ നിന്നപ്പോ പ്രവീൺ ഔട്ടായപ്പോ എനിക്ക് വിഷമായി. അപ്പൊ ഇത്രയും ദിവസം അവർ നിൽക്കുമ്പോ അപ്പാനെ ഔട്ടാകുമ്പോൾ വിഷമമുണ്ടാവും, ഇമോഷണൽ കണക്ഷൻ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പക്ഷെ ഞാൻ അത് ചെയ്തില്ല. ഞാൻ പറയില്ല, അത്രയും ഞാൻ ആ ഒരു സന്തോഷം ഞാൻ അത്രയും കാണിക്കരുത്, എക്സ്ട്രീം ആയിട്ട് കാണിക്കാൻ പാടില്ല. പക്ഷെ എന്റെ പലതും കട്ട് ചെയ്ത ഇതേ ക്രൂ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എന്റെ ഭാഗ്യാന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരു വീക്കെൻഡ് എപ്പിസോഡിലും കണ്ടവർക്ക്, പ്രേക്ഷകർ ഇത് കറക്റ്റ് ആയിട്ട് പറയണം, എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് 4 വീക്കെൻഡ് കണ്ടിട്ട് നിങ്ങൾ പറയണം എനിക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടിയിട്ടുണ്ടോ? വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ മസ്താനിക്കോ അല്ലെങ്കിൽ ലക്ഷ്മിക്കോ സംസാരിക്കാനുള്ള ചാൻസ് ഒന്നും കിട്ടില്ല. മനസ്സിലായോ? പുറത്തുള്ള ഈ ഷോ റൺ ചെയ്യുന്ന എങ്ങനെ പ്രേക്ഷകരാണ്. പുറത്തുള്ള പ്രേക്ഷകർക്ക് ആ ഒരു ആഴ്ച ആവശ്യം എന്തായിരുന്നു? മസ്താനിനെയും ലക്ഷ്മിനെയും വലിച്ചു കയറണം. ആ വലിച്ചു കയറൽ നടക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കരുത്. അതേ അവിടെ നടക്കൂ. അതൊരു കോമൺ ലൈക്ക് നിങ്ങൾക്ക് ചിന്തിച്ചറിയുന്ന കാര്യമില്ല. അല്ലാതെ അവിടെ സംസാരിക്കാൻ സ്പേസ് ഉണ്ടോ? വലിച്ചു കയറാൻ ഒരാളെ ഒരു ശനിയോ ഞായറോ ഒരു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അതേ നടക്കും. അതിൻ്റെ മുകളിൽ അവർക്ക് ഇപ്പോൾ സിബിൻ അങ്ങനെ ഔട്ടായ ഒരാളാണ്. സിബിൻ ആകെ കിളി മാറി. ഒരു സാറ്റർഡേ സൺഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും സിബിൻ അടിച്ചു പോയി മൊത്തത്തിൽ. കാരണം എന്താ അറിയോ, നമ്മതിൽ വലിച്ചു കയറലാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പ്രിപ്പയർ ചെയ്ത് വരേണ്ടിയിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ല? അതൊക്കെ കണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഈ ഷോയ്ക്ക് പോയാൽ മതി എല്ലാവരും. നിങ്ങൾ പോകുന്നു, നിങ്ങൾ കളിക്കാൻ, നിങ്ങൾ എന്തും എക്സ്പെക്റ്റ് ചെയ്യണം. അതിനകത്ത് എന്ത് വേണേൽ നടക്കും. മനസ്സിലായോ? പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഷോ ആണ്. ഫേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫേക്ക് തന്നെ ചെയ്യണം. അവിടെ റിയൽ എന്ത് റിയൽ? ഫേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫേക്ക് ചെയ്യേണ്ടിയിരുന്നു. ഫേക്ക് കളിക്കുന്ന സമയത്ത് ഫേക്ക് തന്നെ കളിക്കേണ്ടിയിരുന്നു. പിന്നെ ഒരാൾ അവിടുന്ന് പുറത്താവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 10 ദിവസം നിന്ന് പ്രവീൺ പോയപ്പോൾ ഉണ്ടായ സങ്കടം ഞങ്ങൾ കണ്ടാണ് മസ്താനിയിൽ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത്രയും ദിവസം ഒപ്പം ഉണ്ടായിരുന്ന അപ്പാനി പോയപ്പോൾ അവർക്ക് ആ സങ്കടം കാണും. അത് പിന്നെ അങ്ങനെയാണ്. ശത്രു ആണെങ്കിലും ശത്രുവിന് ഇപ്പോൾ ഈ പോലെ ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ശത്രു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആസ്പെക്റ്റ് ശത്രുവിൽ നിന്ന് മാറിയാൽ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ ആ ഒരു അറഗൻസ് കാണിച്ചൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്ന ഐറ്റമൊന്നുമല്ല. ഓക്കെ, ശൈത്യ അപ്പാനിയെ എവിക്റ്റ് ചെയ്യാൻ വേണ്ടി നോമിനേറ്റ് ചെയ്തു. എവിക്റ്റ് ചെയ്ത് പുറത്ത് പോയപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞു. ഗെയിമാണ്. ഉറ്റ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളേക്ക് നമ്മൾ അവിടുന്ന് എവിക്ഷനിൽ വരും. നമ്മളെ സർവൈവലാണ്. അത് വിചാരിച്ചിട്ട് ആ ഗെയിം അവരത് കഴിഞ്ഞല്ലോ. അവർ എവിക്റ്റായി പോകുമ്പോൾ അവിടെ കഴിഞ്ഞു. അപ്പോൾ കരയുന്നതുകൊണ്ട് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ല. അന്നൊരു വിഷയമുള്ള കേസല്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഞാൻ ബിഗ് ബോസ് ഷോയിൽ നിങ്ങൾ പോകാൻ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ? നിങ്ങളിപ്പോൾ ഈ മസ്താനി പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് കണ്ടസ്റ്റൻസ്, ഇപ്പോൾ ഞാനാണെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളതൊന്നും കുറേ കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല, കാണിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നത് കാണിക്കാത്തതും വരാത്തതും ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഓൺ ദാറ്റ് കോണ്ടന്റ്. നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നൊരു കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതല്ല. അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ അവർ കാണിച്ചിട്ടുള്ളൂ നമ്മൾ ആസ് എ കണ്ടസ്റ്റൻറ്റ്. അത് നമ്മൾ എഴുതി കൊടുക്കുന്ന അഗ്രിമെൻറ്റിനകത്തും നമ്മൾ അവിടെ വയ്ക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിലും അതുണ്ട്. നമ്മളവർക്ക് ഏത് രീതി വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാം, പുറത്ത് കാണിക്കാൻ പറ്റും. അവരുടെ ഷോ ആണ്, എൻഡ് ഓഫ് ദ ഡേ അവിടെ അതാണ്. അപ്പോൾ അതൊക്കെ എഗ്രി ചെയ്തിട്ട് നമ്മൾ കയറി പോകുമ്പോഴത്തേക്കാൻ അത് നമ്മൾ പിന്നെ പുറത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് വന്നിട്ട് നമുക്ക് പറയുന്നത് എന്തിനാണ്, അടുത്തൊരു സീസണിൽ പോകുന്ന ആളുകൾ വേണമെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ഇതിലെങ്ങനെ പോളിഷ്ഡ് ആയിട്ട് പോവാം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഞാൻ ആരോടും പറയില്ല ബിഗ് ബോസ് പോകുന്നവർ നിങ്ങൾ റിയലായിട്ട് നിങ്ങൾ കള്ളത്തരം കാണിച്ചോ ഫേക്ക്നെസ് ആക്കി നിന്നോ ഒന്നൊരു വിഷയമല്ല. നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഏത് ട്രാക്ക് പോകുന്നു എന്നുള്ളത് മാത്രം തിരിച്ചറിയാനുള്ള ശ്രമം നടത്തിയാൽ മതി. ലാലേട്ടനെ ഞാൻ കുറ്റം പറയില്ല, കാരണം അദ്ദേഹം ഇത്രയും തിരക്കുള്ളൊരു വലിയ നടനാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഇരുന്നിട്ട് ലൈവ് കാണുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. എപ്പിസോഡും കാണുമെന്ന് എനിക്കറിയില്ല, മേ ബി കാണും കാണില്ലായിരിക്കും. പക്ഷെ ലാലേട്ടൻ
ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തൊക്കെയാണ് പോകേണ്ടത് എന്നുള്ള കോണ്ടന്റ് ഹെഡ് കൊടുക്കുന്ന സാധനങ്ങളായിരിക്കും ലാലേട്ടൻ പഠിക്കുന്നതും അതിനെക്കുറിച്ചായിരിക്കും ലാലേട്ടൻ സംസാരിക്കുന്നതും. ചിലപ്പോൾ അത് റിലേറ്റഡ് കോണ്ടന്റ്സ് ചിലപ്പോൾ ലാലേട്ടൻ കാണുമായിരിക്കും. അപ്പൊ എനിക്ക് ഒരിക്കലും ഹോസ്റ്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആളുടെ ചെവിയിൽ എന്താണോ കേൾക്കുന്നത് അതാണ് ആള് പറയുന്നത്. അപ്പൊ എന്ത് കോണ്ടന്റ് എങ്ങനെ പോകണം എന്ന് ആ ടീമിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഈ ലാലേട്ടൻ്റെ കേസ് ഞാൻ ഇപ്പോൾ ഈ സീസണിലൊരു കാര്യം പറയാം. നമ്മളെ സീസണിനേക്കാൾ കൂടുതൽ ഈ സീസണിലൊക്കെ ലാലേട്ടൻ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈവൻ ലാലേട്ടൻ്റെ സിനിമ ഷൂട്ട് നടക്കുന്ന സെറ്റുകളിലടക്കം കോ സ്റ്റാർസ് ആയിട്ടുള്ള ഒരുപാട് പേര് ലാലേട്ടൻ കാരണം ബിഗ് ബോസ് കാണാൻ തുടങ്ങി എന്നുള്ള അവസ്ഥയ്ക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ സീസൺ ലാലേട്ടൻ കുറച്ചുകൂടി അധികം കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല അങ്ങേർക്ക് അത്രയും അപ്ഡേറ്റ്സ് കൊടുക്കാൻ ആളുകളും ഉണ്ട്. എല്ലാ ട്രാക്കും എല്ലാ സംഗതികളും ഇപ്പോൾ ഓബിയസ്ലി ആ വ്യക്തി എത്ര ഡെഡിക്കേറ്റഡ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങേര് എന്താണെങ്കിലും അറ്റ്ലീസ്റ്റ് ആ ദിവസത്തെ എപ്പിസോഡ് കാണാതിരിക്കില്ല. ഓക്കെ, അതിനുള്ള സമയമൊക്കെ എന്താണെങ്കിലും അങ്ങേര് മാറ്റി. കാരണം അങ്ങേരും കാശ് കൊടുത്ത് ചെയ്യുന്നൊരു പരിപാടിയില്ല. അപ്പോൾ അതിനോട് അത്രയും റെസ്പോൺസിബിലിറ്റി അങ്ങേർക്കുണ്ട്. അപ്പോൾ ലൈവ് 24/7 കണ്ടില്ലെങ്കിലും എപ്പിസോഡൊക്കെ ലാലേട്ട് വാച്ച് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കോള്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സീസണൊക്കെ ഒരു കംപ്ലീറ്റ് കണ്ട പോലെ തന്നെ. കാരണം ഈ സീസണിലെ റിയാക്ഷൻ നിങ്ങൾ നോക്കിയാൽ മതി. വീക്കെൻഡ് എപ്പിസോഡിൽ അല്ലെങ്കിൽ ലാലേട്ടൻ അത്രത്തോളം ചെയ്യില്ല, മനസ്സിലായോ? ഭയങ്കര പാടാണ്. ഗ്രീൻ സ്ക്രീൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇന്നിയർ കേട്ടിട്ടോ മുമ്പർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അല്ല, ഇത് കുറച്ചുകൂടി റിയലാണ് ഈ ഐറ്റം. അപ്പോൾ ഈ സീസൺ മുമ്പ് കണ്ടറിഞ്ഞ് തന്നെ ചെയ്ത ഐറ്റങ്ങൾ തന്നെയാണ് വീക്കെൻഡിലൊക്കെ വന്നത്. എന്നോട് ഇറങ്ങിയ സമയത്ത് എൻ്റെ ചാനലിൽ ഇക്കന്മാർ ചോദിച്ചു, നീ ഇറങ്ങുന്ന സമയത്ത് നെവിൻ ഭയങ്കര വിഷമായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ ആ മെസ്സേജ് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അതെന്താ അങ്ങനെ ചോദിച്ചേ, അല്ല നെവിൻ എന്താ ഇത്ര വിഷമം തോന്നാൻ കാരണം എന്ന്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ വന്നിട്ട് എപ്പിസോഡ്സ് കാണുമ്പോൾ നെവിനും ഞാനും തമ്മിൽ ഒന്നുമില്ല. നിങ്ങൾ തമ്മിലുള്ള ഒന്നുമില്ല അതിനകത്ത്. ആകെ എന്തോ ഒരു ഇന്റർവ്യൂടെ ചെറിയൊരു ഫൺ പാർട്ട് പോലെ വന്നിട്ടുണ്ട്. പിന്നെ ടോബിനെ ഡോറേനെ ഞാൻ പറയുമ്പോൾ അതും ലൈവിൽ എന്തോ വരുന്നു. പക്ഷെ ഞാനും നെവിനും ആയിരുന്നു അവിടെ ഏറ്റവും കൂട്ട്. ഇപ്പൊ എല്ലാരും പറഞ്ഞു ഞാനും ലക്ഷ്മിയും ആയിരുന്നു കൂട്ടുന്നല്ല, ഞാനും നെവിനും ആയിരുന്നു കൂട്ട്. പക്ഷെ പോർട്രേ ചെയ്ത് കാണിച്ചത് നീയും ലക്ഷ്മിയും തമ്മിലായിരുന്നു ക്ലോസ് ഫ്രണ്ട്സ്, ഞാനും ആരും തമ്മിലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, ഒരാളുടെ സ്റ്റോറി ലൈൻ തീരുമാനിക്കുന്നത് അവരാണ്. അവരാ തീരുമാനിച്ച സ്റ്റോറി ലൈനിനപ്പുറം അവരൊന്നും കാണിക്കില്ല. ഓക്കെ, അത് ഈ ഷോ സ്ക്രിപ്റ്റഡ് ആണെന്ന് ചോദിച്ചാൽ അല്ല. ഈ ഷോയിൽ എഡിറ്റ്സ് ഉണ്ടോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഷോയിൽ എഡിറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന് അറിയാം. ഫ്രം ദ ഡേ വൺ അവരൊരു സ്റ്റോറി ലൈനിന് വേണ്ടി ശ്രമിക്കും. അവർ വെച്ച സ്റ്റോറി ലൈനിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കും. ഇനി അതൊന്നും ഇല്ല, പുതിയൊരു സ്റ്റോറി ലൈൻ ആണ് ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണെന്നുള്ളത് അവർ സിനിമ പോലെ തന്നെ ഒരു കാസ്റ്റിംഗ് അങ്ങനെ തന്നെയാണ് ഈ സാധനം പോകുന്നത്. മനസ്സിലായില്ലേ? അവർ വെച്ച സാധനത്തിലേക്ക് നമ്മൾ കയറി കൊടുക്കുന്നതാണ്. അതിപ്പോൾ നമ്മളെ ചുറ്റുമ്പോൾ റിയാലിറ്റിയിലാണെങ്കിൽ 24/7 ക്യാമറ വെച്ചിട്ട് ഞാൻ ഉറങ്ങുന്നൊരു പെർട്ടിക്കുലർ സമയം കാണും, അല്ലെങ്കിൽ ഞാൻ ദേഷ്യം വരുന്ന സമയത്ത് മാത്രം എൻ്റെ ഒരു ലൈവ് എടുത്ത് കാണുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ ഇമേജ് അങ്ങനെ ആയിരിക്കും. പിന്നെ അതും കൂടി വെട്ടിയിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യാണ്, എൻ്റെ 24/7 ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് കാണിച്ചു തരുമ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ അർഗൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ വെറും മാസമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ലാലേട്ടനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആ സോഫയിൽ നിന്ന് എണീറ്റ് മാറി നിന്നിട്ടുണ്ട് ഞാനും ലക്ഷ്മി. ബ്രേക്കിന് പോയിട്ട് എല്ലാവരും ഇരിക്കും പറഞ്ഞ് ആ സോഫയിൽ ഇരിക്കും. ഞാനും ലക്ഷ്മി ഇരുന്നിട്ടില്ല, ഞങ്ങൾ എണീറ്റിട്ട് സോഫയുടെ ബാക്കിൽ ഇരുന്നു. കാരണം ഞങ്ങൾക്ക് സംസാരിക്കാൻ ഞങ്ങൾ നോട്ടീസ് ചെയ്യണം. പക്ഷെ ഓൺ കോൺട്രറി ഈ അനീഷ്, അക്ബർ ഇവർക്കൊക്കെ അവർക്ക് വേണ്ട ടൈം കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്കത് കിട്ടാതെ എനിക്കറിയില്ല. പക്ഷെ ആ ഒരു ടീം അവര് പറയുന്ന പോലെ ആ ഒരു ഹോസ്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് വേണം. നിങ്ങൾ ആ എപ്പിസോഡ്സ് കാണണം. 4 ആഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾ ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു എനിക്ക് എപ്പോഴാണ് ചാൻസ് കിട്ടിയിരിക്കുന്നതെന്ന്. എല്ലാവരും ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ബിഗ് ബോസ് ഞങ്ങൾ സ്ക്രിപ്റ്റഡ് അല്ല, കണ്ടസ്റ്റൻസിന് സ്ക്രിപ്റ്റ് ഇല്ല. പക്ഷെ ആ ടീമിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്, എങ്ങനെ ഏത് രീതിയിൽ പുറത്തു പോകണം എന്ന്. ഇപ്പൊ ഒരു വ്യക്തിനെ ഏത് രീതിയിൽ പുറത്തേക്ക് വിടണം എന്ന് അവർക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഏത് കോണ്ടന്റ്, ഞാൻ പറയുന്ന ഏത് വേർഡ് പുറത്തു പോകണം എന്ന് വരെ അവർക്ക് വ്യക്തമായ പ്ലാൻ. അത് നിങ്ങൾക്ക് ശരിക്കും വാച്ച് ചെയ്താൽ മനസ്സിലാവും ഓരോ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി. അതായത് ഒരു തെറ്റ് ചെയ്യുന്ന 2 പേര് ചെയ്യുന്നതും സെയിം തെറ്റായിരിക്കും, പക്ഷെ ഒരാളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല മറ്റേ ട്രീറ്റ് ചെയ്യുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. മേ ബി അവരുടെ ഫേവറിറ്റിസം ആയിരിക്കും. ഇത് ഫേവറിറ്റിസം എന്നല്ല ഈ സാധനത്തിന് പറയും. ഇതെന്താ സംഗതി അറിയാം? ഇത് ഈ ഷോ റൺ ചെയ്യുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വ്യൂവർഷിപ്പ്, ഡെഫിനറ്റ്ലി ഈ മാസ് വ്യൂവർഷിപ്പ്, മലയാളി വ്യൂവർഷിപ്പിന് കണ്ടിട്ടാണ് ഈ ഒരു ഷോ പുറത്തിറക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഷോ തുടങ്ങി, ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, ഓരോ സ്റ്റോറി ലൈനിലേക്ക് ഓരോരുത്തർ കയറി, ഓരോ ക്യാരക്ടർ ഫുൾഫിൽ ചെയ്യാൻ ഓരോരുത്തർ കയറി. ഈവിൾ ഫേസ് ഒരാളുണ്ടാവും, ലവ് കോംബോ ഒരാൾ കാണും,
ഇല്ലെങ്കിൽ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരാൾ കാണും. നിങ്ങൾ ആ വീട് എടുത്ത് നോക്കും, ഒരു അച്ഛൻ കാണും, ഒരു അമ്മ കാണും, ഒരു കുത്തിത്തിരിപ്പ് കാണും, മനസ്സിലായോ, ഒരു എൻ്റർടൈനർ കാണും, ഒരു എല്ലാ ടാസ്കും പെർഫോം ചെയ്യുന്ന ഒരു അത്ലറ്റിക് ആൾ കാണും. അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഫില്ലായി കഴിയുമ്പോൾ പിന്നെ അവർ നോക്കുക എന്താ അറിയോ, ഏറ്റവും കൂടുതൽ നമ്മൾ വ്യൂവേഴ്സ് വരുന്ന കമൻറ്റ്, പുറത്തുനിന്ന് വരുന്ന വീഡിയോസ്, ട്രോളുകൾ, മീമുകൾ, ഇതിനകത്തുനിന്നാണ് പിന്നെ ഫേവറേറ്റ് പോർഷൻസ് എങ്ങനെ പോകണു, അല്ലെങ്കിൽ കുറേ ആൾക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നു. ഇവർക്കും വിൽക്കാനുള്ള സാധനമല്ലേ, ചാനലിലും ഇത് വിൽക്കാനുള്ള ഐറ്റമാണ്, മനസ്സിലായോ? അല്ലാതെ ചുമ്മാ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടിയല്ല, ഇത് അവർ വിൽക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഒരു സിനിമ ഇറക്കുകയാണ്, ആ സിനിമ കൊമേഴ്ഷ്യലി ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ എലമെൻറ്റുകൾ കൊടുന്ന് ആഡ് ചെയ്ത്, അല്ലെങ്കിൽ നല്ല CG വെച്ചു, നല്ല ഗ്രാഫിക്സ് വെച്ചു, നല്ല കഥ സെലക്ട് ചെയ്തു, നല്ല ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തു. സെയിം പരിപാടി. ആ വീടിനകത്തുള്ള ഏറ്റവും കണ്ടൻറ്റ് കൊടുക്കുന്ന നല്ല ആക്ടേഴ്സ്, അല്ലെങ്കിൽ ഒരു സിനിമയിൽ നമ്മൾ ഇപ്പോൾ മമ്മൂക്കാരി ലാലേട്ടനൊക്കെ എടുത്തിടുമ്പോൾ അവർക്ക് ആ സിനിമ ഹിറ്റാണെന്നല്ലേ, അതേപോലെ ആ വീടിനകത്ത് ഹിറ്റാണെങ്കിൽ ഇന്ന ആൾക്കാരെ കൊടുത്തിടണം. അപ്പോൾ അവർ കൂടുതൽ സ്ക്രീൻ സ്പേസ് കൊടുക്കും, ബാക്കിയുള്ളവർ ഇത് കുറയ്ക്കും. കാരണം എന്താ, അവരെ കാണാൻ കുറച്ച് പ്രേക്ഷകരുണ്ട്. ഇപ്പോൾ മമ്മൂക്കിയും ലാലേട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ നിന്ന് അറിയും അല്ലേ. അതേസമയം ഇപ്പോൾ ഞാനെടുത്തൊരു കഥയിൽ ഇവർ രണ്ടാൾക്കും പകരം വേറെ ആളെ കൊടുന്നു വെച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആളെ കൊണ്ടുവരാൻ എനിക്ക് ഭയങ്കര പാടായിരിക്കും. ഞാൻ എന്ത് ചെയ്തിട്ടും ആളെ കൊണ്ടുവരാൻ ചിലപ്പോൾ പാടായിരിക്കും. ഈ രണ്ട് പേര് കാരണം ചിലപ്പോൾ ഓടിപ്പോവും. സെയിം ബിഗ് ബോസിൽ ഇപ്പം എന്താ നടക്കുന്നത്, അനുമോള്, അനീഷ്, ഷാനവാസ്, അങ്ങനെ കുറച്ച് ആദിലാനോറ, ഇങ്ങനത്തെ കുറച്ച് ആളുകളുടെ പേര് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മാസ് ഓഡിയൻസ് ഉള്ളതുകൊണ്ട് ഇനി ഓടും. അപ്പോൾ അവർക്കായിരിക്കും സ്ക്രീൻ സ്പേസ്. ഇപ്പോൾ ഈ അക്ബറിനെ കൊണ്ട് സംസാരിപ്പിച്ചു, ബാക്കിയുള്ളവരെ കൊണ്ട് സംസാരിപ്പിച്ചു, ചിലപ്പോൾ അതിന് ടീമിന് ഈസി ഇവരായിരിക്കും. ഇവർ ചിലപ്പോൾ ക്രിസ്പായിട്ട് പെട്ടെന്ന് കാര്യം പറഞ്ഞ് തീർക്കും. അതുകൊണ്ട് സാറ്റർഡേ സൺഡേ എപ്പിസോഡിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏറ്റവും കൂടുതൽ സംസാരിപ്പിക്കാൻ കാര്യം ഒരു ഇഷ്യൂ ഉണ്ടായി, അതിനെക്കുറിച്ച് ആ വീട്ടിലെ ഒരാളോട് കൃത്യമായിട്ട് അതൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ലാലേട്ടന് വന്നിട്ട് 3-4 മണിക്കൂർ സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സെർട്ടൈൻ ടൈം പീരീഡിൽ ആ വ്യക്തമായി സ്പഷ്ടമായിട്ട് ആ കാര്യം പറയുന്നതാരാ, അവരെ കൊണ്ട് ആ ടോപ്പിക്കിൽ എപ്പോഴും സംസാരിപ്പിക്കും. അങ്ങനെ ചൂസി ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എല്ലാ സീസണിലും എപ്പോഴും കാണും. ഈ സീസണിലത് അനീഷും അക്ബറൊക്കെയാണ്, മനസ്സിലായോ? പിന്നെ ഗോയിങ് ടു എഗെയിൻ കോണ്ടന്റിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഓഡബിൾ ആയിട്ടുള്ള കണ്ടന്റ് ആരാ, ഒരു 2 ആഴ്ച കൊണ്ട് ഓഡബിൾ ആയിട്ടുള്ള കണ്ടന്റ് സെറ്റാവും. പുറത്ത് PR വർക്കും കൂടി ആകുമ്പോൾ അവർക്കൊരു മാസീവ് ഓഡിയൻസ് ഉണ്ട്. അതിനാണ് PR സെറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഇതിൻ്റെ ഫോർമുല മനസ്സിലായില്ലേ? നമ്മളവിടെ ചെല്ലുന്നു, നമ്മളൊരു ഓഡബിൾ ആയിട്ടുള്ള കണ്ടൻറ്റായി മാറാൻ 2 ആഴ്ച നമ്മൾ പണിയെടുക്കുന്നു. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും പുറത്ത് നമ്മൾ PR 1 ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സെറ്റാക്കിയാൽ ഒരു മാസീവ് ഫാൻ ഫോളോയിങ് കാണുന്നു. അപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ നമ്മളുടെ പേരിൽ ട്രാക്ഷനിൽ കയറുന്നു, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പിന്നെ നമ്മളവിടെ ഓഡബിൾ കണ്ടൻറ്റാണ്, അവർ ഓടിക്കും ആ സാധനം. പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഓഡബിൾ കണ്ടൻറ്റ് അവർ ഓടിക്കും, മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഷോ എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ. അവർക്കറിയാം എന്ത് കാണിക്കണം എന്നുള്ളത്. നമ്മളവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നും കൂടുതലും കാണിക്കേണ്ട, കുറവും കാണിക്കേണ്ട, മനസ്സിലായോ? അവർ കാണിക്കും. പ്രേക്ഷകരുണ്ട്, കാണാൻ ആളുണ്ട്. നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്നാണെങ്കിൽ അവർ കാണിച്ചു തന്നെ ഇരിക്കും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തിരിച്ചു പോരാം, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നിൽക്കും. ഇത്രേ മാറ്റുള്ളൂ. പിന്നെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് ഭയങ്കര ഫാൻ ഫോളോയിങ്ങിലും ഇങ്ങോട്ട് എന്താ പറയുക ഫുൾ പോസിറ്റീവായിട്ട് പോകുന്നില്ല. എല്ലാവർക്കും ഈ ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഈ ഒരു ഹോണ്ടിങ് ഉള്ളതാണ്, മനസ്സിലായി? ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ കാണും. ഞാൻ ഇന്നും കൂടി അനുഭവിച്ച്, ഞാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് വേണ്ടി പോയ സമയത്ത് പഠിച്ച സ്കൂളിൽ ഏതോ ചേച്ചി ഫുൾ മോഡ ആ കാറിൽ നിന്ന് ഇറങ്ങിയെന്നൊക്കെ 37 എനിക്ക് ഒന്ന് വേറെ ഏതോ സീസണിൽ വേറെ ആരോ ഫാനായി തോന്നുന്നുണ്ട് ബിഗ് ബോസിൽ. ഞാനും വിട്ടില്ല. പിന്നെ റിയാലിറ്റിയിലാകുമ്പോൾ നമ്മളും തിരിച്ചു കൊടുക്കുമല്ലോ. ചേച്ചി ഇതിൻ്റെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വഴിക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അതത്രേ ഉള്ളൂ. അപ്പോൾ റിയാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാം. അല്ലാതെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ മറ്റേ വേറെ എവിടെയെങ്കിലും ആളും മുഖമില്ലാതെ വന്നിട്ട് കാര്യമില്ലല്ലോ. നേരിട്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളെന്താ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് സ്നേഹമാണെങ്കിൽ അങ്ങോട്ട് സ്നേഹം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആകെ പറയാനുള്ളത്, പോകുന്ന കണ്ടസ്റ്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് പോകാൻ താല്പര്യമുള്ളവർ കൃത്യമായിട്ട് പ്രീവിയസ് കണ്ടസ്റ്റൻസിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക, കണ്ടും കേട്ടും പഠിക്കുക, ഷോ ഒന്നും കൂടി കീനായിട്ട് വാച്ച് ചെയ്യുക. അതുമാത്രമല്ല, ഇതിനകത്ത് എന്താ പറയുക, അതൊരു ലൈഫ് ടൈം നമ്മളെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഫുൾ ടൈം നമ്മൾ അവിടെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞിറങ്ങിയാലും നമ്മൾ അതിൽ തന്നെ ആയിരിക്കും. നമ്മളെ റെക്കഗ്നീഷനും അത് തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് വെച്ചിട്ട് നമ്മൾ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് നമ്മളെ മിടുക്കാണ്. ബിഗ് ബോസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മളുടെ കരിയർ ബിൽഡ് ചെയ്യുന്നുള്ളത് നമ്മളെ മിടുക്കാണ്. അത് നമ്മൾ മിടുക്കനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം, മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ ബിഗ് ബോസ് കഴിഞ്ഞു അയ്യോ ലൈഫ് തീർന്നേ, അല്ലെങ്കിൽ ബിഗ് ബോസ് കഴിഞ്ഞു പറഞ്ഞാൽ എനിക്ക് എല്ലാവരും ലൈഫ് സക്സസ്ഫുൾ ആക്കി തരുമെന്നൊന്നും പറഞ്ഞിരിക്കരുത്. നമ്മൾ വർക്ക് ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കാൻ പറ്റണം, പോസിറ്റീവ് ആണെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റണം. ഫൈൻ, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇനി ബാക്കി എപ്പിസോഡ് പോയി കാണട്ടെ.